ക്ഷേത്രങ്ങളിൽ സൂര്യോദയത്തിന് മുന്നേ നടത്തപ്പെടുന്ന ഒരു പ്രധാന ചടങ്ങാണ് നിർമ്മാല്യ ദർശനം. സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം ശാന്തിക്കാരൻ മന്ത്രജപങ്ങളോടെ ശ്രീകോവിൽ നട തുറക്കും. തലേന്ന് ചാർത്തിയ ഹാരങ്ങളും പുഷ്പങ്ങളും എടുത്തുമാറ്റുന്നതിന് മുന്നേയുള്ള പ്രഥമ ദർശനം അതിവിശിഷ്ടവും സർവാഭീഷ്ടപ്രദായകവുമാണ്. ഈ നേരം തൊട്ടാണ് നിർമ്മാല്യ ദർശനം ആരംഭിക്കുന്നത്. ശേഷം തലേന്നത്തെ ആടയാഭരണങ്ങൾ ഭഗവത് വിഗ്രഹത്തിൽ നിന്ന് മാറ്റി പൂർണ്ണബിംബ തേജസ് കാണുന്നതിനെയാണ് നിർമ്മാല്യ ദർശനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിർമ്മാല്യ സമയത്ത് വിഗ്രഹത്തിൽ നിന്നുള്ള ഊർജപ്രസരണം 10 മടങ്ങാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാല്യം തൊഴൽ പുണ്യദായകമാണ്. പിന്നീട് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് വാകപ്പൊടിയോ പയറുപൊടിയോ ഉപയോഗിച്ച് എണ്ണമെഴുക്ക് ബിംബത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഈ സമയത്തുടനീളം നാമങ്ങൾ ജപിച്ചുകൊണ്ടുള്ള ഭഗവത് ദർശനം സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. എന്നാൽ നിർമ്മാല്യ ദർശനം പാടില്ലാത്ത ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് കേരളത്തിൽ. കണ്ണൂർ ജില്ലയിലെ തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നിർമ്മാല്യ ദർശനം പാടില്ലാത്തത്. കാരണം കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണനെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത്. കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ ശ്രീകോവിൽ നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കി കയ്യിൽ നേദ്യവും പിടിച്ചു വേണം മേൽശാന്തി നട തുറക്കേണ്ടത്.